പ്രിയമുള്ളവരെ, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പരിശോധനയ്ക്കായി SIT സംഘം പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെത്തിയിരിക്കുന്നു. ഒരു CI ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരാണ് സന്നിധാനത്തെത്തിയത്. കട്ടളപ്പാളി കേസിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, സന്നിധാനത്തെത്തിയാൽ മാത്രമേ കട്ടളപ്പാളിയിൽ, ദ്വാരപാലക ശില്പപാളികളിൽ ഒക്കെയുണ്ടായ ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കൂ. ഇപ്പോൾ വിശദമായി ഈ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്തതിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് സന്നിധാനത്ത് ഇപ്പോൾ അവർ അന്വേഷിക്കുക? ഏതൊക്കെ വിവരങ്ങളിലാണ് അവർ വിവരങ്ങൾ ശേഖരിക്കുക? ഗുഡ് മോർണിംഗ് അരുൺ. സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്നും SITക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ സന്നിധാനത്തേക്ക് SIT എത്തിയിരിക്കുന്നത്. അവിടെ രേഖകൾ പരിശോധിക്കും. പ്രധാനമായും ഈ കട്ടളപ്പാളിയിലെ രേഖകൾ, അതുമായി ബന്ധപ്പെട്ട രേഖകളായിരിക്കും വിശദമായി പരിശോധിക്കുക. നമുക്കറിയാം, ആദ്യം ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പുപാളിയിൽ സ്വർണം പൊതിഞ്ഞത്, അത് ചെമ്പ് എന്ന് രേഖപ്പെടുത്തി. അതാണ് ആദ്യം കേസന്വേഷണത്തിന്റെ ഭാഗമായി വന്നത്. ഇപ്പോൾ 2 FIR ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ കട്ടളപ്പാളി കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 10-ാം തീയതി വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഇത്ര ദിവസം കസ്റ്റഡിയിൽ വേണം എന്നുള്ളൊരു അപേക്ഷയൊക്കെ ഇനിയിപ്പോൾ അന്വേഷണ സംഘം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ SIT പ്രധാനമായും സന്നിധാനത്ത് പരിശോധന നടത്തുന്നത് ഈ കട്ടിളപ്പാളി വിഷയവുമായിട്ടാണ്. കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് തിരുവനന്തപുരത്ത് വിശദമായിട്ടുള്ള പരിശോധന SIT നടത്തിയിരുന്നു. അവിടെ നിന്നും ഈ വിജയ് മല്യ പൊതിഞ്ഞ സ്വർണ്ണത്തിന്റെ കണക്ക് സംബന്ധിച്ചുള്ള നിർണായകമായിട്ടുള്ള രേഖകൾ കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞിരുന്നു. ആ രേഖകൾ ഈ കേസിൽ നിർണായകമാകും. അതിന്റെ തുടർ അന്വേഷണം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്നിപ്പോൾ SIT സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. വിശദമായിട്ടുള്ള പരിശോധനകൾ, രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അരുൺ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ പ്രവീണാണ് വിവരങ്ങൾ നൽകിയത്. SIT പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെത്തിയിട്ടുണ്ട്.